ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷക്കെതിരെ നിൽക്കുന്നത് അവൻ ശത്രുവല്ല ദൈവമൈതലേ. അവൻ നിന്റെ മിനിസ്ട്രിക്കെതിരെ എഴുന്നേൽക്കുന്നത്, നിന്റെ ശുശ്രൂഷക്കെതിരെ സംസാരിക്കുന്നത്, നിന്റെ ജീവിത വിജയത്തിനെതിരെ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ശത്രുവല്ല, മിത്രമെന്ന് പറയുന്ന വ്യക്തികളാണ്. അവരാണ് നിനക്കെതിരെ വാടക വരുന്നത്, അവരാണ് നിന്റെ തലയിൽ കയറി ഓടാൻ നിൽക്കുന്നത്. ഈ 34ാമത്തെ ദിവസം ആത്മാവിനോട് പറയുന്നു, ആദ്യം പൊട്ടേണ്ടത് ശത്രുവിന്റെ കെട്ടല്ല, ആദ്യം പൊട്ടേണ്ടത് മിത്രങ്ങളുടെ കെട്ട് പൊട്ടട്ടെ. ഉടപന സന്തന ആരാധിക്കാൻ ദൈവകൃപ ലഭിച്ച ദൈവമക്കൾ ആരും അടങ്ങിയിരിക്കരുത്. ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഓ ജീസസ്. ഞാന് അതൊന്ന് തെളിയിച്ച് പറഞ്ഞിട്ട് വേഗത്തിൽ അവൻ മുന്നോട്ട് പോകാം. നാളുകൾക്ക് മുമ്പ് ഒരു അഭിഷിക്തൻ എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് പതിവാണ്. പ്രായമുള്ളൊരു ദൈവദാസന, വളരെ തഴക്കവും പഴക്കമുള്ള ഒരു അഭിഷിക്തൻ. ആ ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു പോകും. ഇടയ്ക്ക് എന്നോട് പറയും, എന്തെങ്കിലും ഒരു ആലോചനയുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയും. ഞാൻ തന്നോട് പറയും. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അഭിഷിക്തനെ, എല്ലാ ദിവസവും ഞാൻ വെളിപ്പാട് പറയും, എനിക്കൊന്നുമില്ല, എന്നോടൊരു ആലോചന പറയണം. പുള്ളി പറഞ്ഞു, പിടിച്ചു വെക്കാൻ പറഞ്ഞു. ആമേൻ. പ്രായമുള്ള മനുഷ്യരാ. പുള്ളി പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, എന്റെ ശത്രുവിനെ ഞാൻ നോക്കിയേക്കാം, എന്റെ മിത്രത്തെ അങ്ങൊന്ന് നോക്കിയേക്കണേ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മാസ്റ്റർ, എനിക്ക് ആ ദൂത് മനസ്സിലായില്ല. കുഞ്ഞെ, നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോ മനസ്സിലാകും. ഞാൻ പോകല്ലേ, അന്ന് വെളിപ്പെടുത്തിയിട്ട് പോണം. നിന്റെ ശത്രു നിനക്കെതിരെ ആയുധമെടുത്താൽ 5 കിലോമീറ്റർ ദൂരത്ത് വെച്ച് നിനക്കറിയാം ആ വരുന്നത് നിന്റെ ശത്രുവാന്ന്. എന്ന് നിന്റെ തോളെ കൈയിട്ട് നിന്റെ കൂടെ കിടന്നുറങ്ങി, നിന്നോട് ഒരുമിച്ച് ആഹാരം കഴിച്ച്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത്, ഒരു വാഹനത്തിൽ സഞ്ചരിച്ച്, ഒരുമിച്ച് കൈകൊടുത്ത് നടക്കുന്ന നിന്റെ മിത്രം നിനക്ക് ശത്രുവായാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അത് ദൈവം നോക്കട്ടെ, ശത്രുവിനെ നീ നോക്കുക. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, മിത്രങ്ങളുടെ കെട്ട് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം പൊട്ടിക്കാൻ പോകുക. അല്ലോ, ചിരിച്ച മുഖത്തോടെ, കൈ തരുന്ന ആമൻ ആത്മനിറവോടെ, ചിലത് കൈ തന്നു കുലുക്കിയിട്ടോ മറ്റു ഭാഗത്ത് നിന്ന് നിനക്കെതിരെ വാട കോരുമ്പോൾ, നീ നിൽക്കുന്ന കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് കുഴിച്ചു മാറ്റുമ്പോൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കെട്ടുകൾ ഇന്ന് പകൽ